ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കേരളത്തിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി പാലക്കാട് റോഡ് ഷോയിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് മേഴ്സി കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിൽ വന്നിറങ്ങുന്ന മോദി പിന്നീട് റോഡ് മാർഗം കോട്ട മൈതാനത്തെത്തും. 5 വിളക്ക് നിന്ന് കൃത്യം 10:30 റോഡ് ഷോ ആരംഭിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷയിലാണ് പാലക്കാട് നഗരം. പ്രധാനമന്ത്രിയെ കാണാൻ 1.5 ലക്ഷത്തിലധികം BJP പ്രവർത്തകർ എത്തുമെന്നാണ് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. റോഡ് ഷോയ്ക്ക് ശേഷം മോദി തമിഴ്നാട്ടിലേക്ക് മടങ്ങും. 3 മാസത്തിനിടെ മോദിയുടെ 5ാം കേരള സന്ദർശനമാണിത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. മേഴ്സി കോളേജ് മൈതാനത്ത് നിന്നും MS അനീഷ് കുമാർ, 5 വിളക്കിൽ നിന്ന് S വിനേഷ് കുമാർ, ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും CV അനുമോദ്. ആദ്യം ഞാൻ അനീഷിലേക്ക് പോകുന്നു. അനീഷ്, മോദി കൃത്യസമയത്ത് തന്നെ എത്തുമെന്നാണ് ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. റോഡ് ഷോയുടെ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? വലിയ സുരക്ഷയിലാണല്ലോ പാലക്കാട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, തീർച്ചയായും വലിയ സുരക്ഷാ നടപടികൾ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഈ പാലക്കാട് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പിന്നിൽ കാണുന്നത് മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടാണ്. ഈ മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിലാണ് പ്രധാനമന്ത്രി വന്നിറങ്ങുന്നത്. അവിടെ നിന്നും റോഡ് മാർഗം പിന്നീട് പുറത്തേക്ക് പോകും. എന്തായാലും അതിന്റെ 2 വശവും ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. ആളുകളൊക്കെ ബാരിക്കേഡിന്റെ ഉൾവശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഈ സ്റ്റേഡിയത്തിനുള്ളിൽ, അതായത് ഹെലിപ്പാഡിനുള്ളിൽ വളരെ പരിമിതമായ ആളുകളെ മാത്രമാണ് ഇത്തവണ അനുവദിച്ചിരിക്കുന്നത്. അവർക്ക് മാത്രമാണ് ഈ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള BJP നേതാക്കൾ, മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരടക്കം വളരെ കുറഞ്ഞ ആളുകൾക്കാണ് അവിടെ പ്രവേശന അനുമതി നൽകിയിരിക്കുന്നത്. കനത്ത പരിശോധനകൾക്ക് ശേഷം, ശക്തമായ പരിശോധനകൾക്ക് ശേഷമാണ് ആളുകളെ അകത്തേക്ക് കടത്തിവിടുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പോലീസും SPG ഉദ്യോഗസ്ഥരും ആളുകളെ പരിശോധന നടത്തി അകത്തേക്ക് വിടുന്നത്. ഒപ്പം ഈ ഗ്രൗണ്ടിന്റെ സമീപ പ്രദേശത്തുള്ള കെട്ടിടങ്ങളുടെ മുകൾ വശത്തെല്ലാം പോലീസുകാരെ രാവിലെ മുതൽ വിന്യസിച്ചിരുന്നു. ഈ ഗ്രൗണ്ടിലേക്ക് ഉള്ള റോഡുകളും പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് കുറച്ച് ആളുകളെ കാണാം. ഈ മോദിജിയെ സ്വീകരിക്കാനായി ഈ ഗ്രൗണ്ടിനുള്ളിലേക്ക് പോകാൻ തയ്യാറായി എടുത്തിരിക്കുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാനായുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ? പാലക്കാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ, നമുക്കറിയാം പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അവിടുത്തെ കൗൺസിലർമാരാണ് ഇരിക്കുന്നത്. അതെ, ഞങ്ങൾ എല്ലാവരും കൗൺസിലർമാരാണ്. എന്താണ് ഈ പാലക്കാട് ഒരു കേരളത്തിലെ ഒരു നഗരം 10 വർഷമായി ഭരിക്കുന്നത് BJP ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റവും വരുത്തി. നിങ്ങളാണ് ശരിക്കും BJPയുടെ ഒരു ആവേശം, അല്ലേ? തീർച്ചയായും താഴേക്കടയുള്ള പ്രവർത്തകർ മുതൽ ഈ ലീഡർമാരൊക്കെയാണ് BJPയുടെ ഏറ്റവും വലിയ ആവേശം. അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരും രാവിലെ 7 മണി മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതേ, ഞങ്ങൾക്ക് CO ആണ് തിരിച്ചയക്കാനുള്ള CO-നാണ് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരവേൽപ്പല്ല, CO ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതെ, റോഡ് ഷോയ്ക്ക് ഒന്നും പോകുന്നില്ല ഇവിടെ തന്നെ? ഇല്ല, റോഡ് ഷോയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അറിയാലോ. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ വൈസ് ചെയർപേഴ്സന്റെ വണ്ടി അടക്കം അവർ മേഴ്സി കോളേജ് ജംഗ്ഷനിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. കാരണം പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പൊതുവെ ഒരു ആശങ്കയുള്ള കാര്യമാണ്. പിന്നെ SPGയുടെ കാര്യത്തിൽ ഇടപെടാനും പരിമിതികളുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ നേരത്തെ തന്നെ സ്ഥലം കണ്ടെത്തി ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് പാലക്കാട് നഗരസഭയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറയാം. എങ്ങനെയാണ് അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ള ഒരു അവസരമാണ്? എങ്ങനെ കാണുന്നു ആ ഒരു? വളരെയധികം സന്തോഷം. യാത്ര അയക്കുകയാണെങ്കിലും നമുക്കൊന്ന് കാണാൻ കിട്ടിയതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും മഹാഭാഗ്യമായി കരുതുന്നു മോദിജിയെ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മളെ BJP എല്ലാവർക്കും റോഡ് ഷോ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നേരിട്ടൊന്ന് അടുത്ത് നിന്ന് കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കധികം സന്തോഷം. ഈ മോദിജിക്കൊക്കെ നിങ്ങളോട് പ്രത്യേക സ്നേഹമായിരിക്കുമല്ലോ, കാരണം 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്, അവിടുത്തെ പ്രതിനിധികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും. അതിലെങ്ങനെ തോന്നുന്നു? വളരെയധികം സന്തോഷം. നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. എന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ മത്സരിച്ച് ജയിക്കുന്നത്, ആദ്യമായിട്ടുള്ള കൗൺസിലറാണ്. അപ്പോൾ ഈ ടേമിൽ തന്നെ നമുക്ക് മോദിജിയെ കാണാൻ സാധിക്കുക എന്നുള്ളത് വളരെയധികം എന്താ പറയുക, പറയാൻ പറ്റാത്തൊരു അത്രത്തോളം സന്തോഷമാണ്. നമുക്ക് പറയാൻ വാക്കുകളില്ല. എന്താണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചു? വളരെ സന്തോഷം. ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. നിങ്ങൾ BJPക്ക് വലിയ നേട്ടം നേടിക്കൊടുത്ത ആളുകൾ കൂടെയാണ്, അല്ലേ? സത്യമായിട്ടും. എന്തായാലും BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടമാണ് ഈ നഗരസഭാ പരിധി. കാരണം
നഗരസഭയിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. നിങ്ങൾ മലമ്പുഴയിലുണ്ട്, മറ്റു പലയിടങ്ങളിലും 2ാം സ്ഥാനത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാലക്കാട്? ഇത്തവണ വലിയൊരു മാറ്റമാണ് പാലക്കാട്. എന്ത് തന്നെയായാലും ഇത്തവണ വിജയിക്കും. 100% പ്രവർത്തകർ മുഴുവൻ ഉറപ്പാണ്. എല്ലാവരും നരേന്ദ്രമോദിജിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ്. താഴെത്തട്ടുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകർ എല്ലാം ഒരുമിച്ച് കൂടുന്ന ഏറ്റവും വലിയ സന്തോഷകരമായ ദിവസമാണ് പാലക്കാട് BJPയുടെ. ഈ 3ാം തവണയാണ് അദ്ദേഹം പാലക്കാട് തന്നെ വരുന്നത് അല്ലേ? അതെ, 3ാം തവണയാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പാലക്കാട് എന്ത് തന്നെയായാലും ഇത്തവണ ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. നമസ്കാരം. എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥലത്തേക്കാണ് അദ്ദേഹം എത്തുന്നത്? കാരണം പാലക്കാട് 10 വർഷമായി ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ മറ്റൊരിടത്തിനും ആ ഒരു പ്രത്യേകത അവകാശപ്പെടാനുമില്ല അല്ലെ? നരേന്ദ്രമോദിജി വളരെ എന്റെ ചെറുപ്പത്തിൽ തന്നെ നിരവധി പ്രാവശ്യം പാലക്കാട് വന്നിരുന്നു. 2001 അവസാനമായിട്ട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിലെ ശ്രീ സുരേന്ദ്രൻജിന്റെ കൂടെ വരികയും പാലക്കാട് വന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കുകയുണ്ടായി. അതിനുശേഷമുള്ള പാർട്ടിയുടെ ഉജ്ജ്വലമായ പ്രകടനം ഇന്നിവിടെ ജയസാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ സ്ഥലത്തും വർദ്ധിച്ച വീര്യത്തോടുകൂടി ഓരോ പ്രവർത്തകന്മാരും ഒരു എണ്ണയിട്ട് യന്ത്രം കണക്കെ പ്രവർത്തിക്കുന്നു, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നു. പ്രധാനമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡബിൾ ഡിജിറ്റൽ നമുക്ക് പാസ്സാകും, ഡിജിറ്റൽ പാസ്സാണ്. എന്തായാലും 100% നമ്മൾ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഇറങ്ങിയിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് നിങ്ങൾക്ക് നിർദ്ദേശം പഠിപ്പിച്ചു തന്നു. 100%. 2001 അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി രമാ രഘുനന്ദൻ കോൺഗ്രസിന്റെ അന്നത്തെ ധനകാര്യ മന്ത്രിയായി കെ ശങ്കരൻ ആ സമയത്ത് ജില്ലാ ആശുപത്രിയുടെ പുറകിലെ NSS ഹാളിൽ വെച്ച് ശ്രീ നരേന്ദ്രമോദിജിയും കെ സുരേന്ദ്രൻജിയും കൂടി വരികയുണ്ടായി. അന്ന് തന്നെ എങ്ങനെ പാർട്ടിയെ ജയിക്കണം, എങ്ങനെ പ്രവർത്തകന്മാരുണ്ടാകണം എന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഞാനാണ് പോയി അദ്ദേഹത്തിന് രാവിലെ 5:45 വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിൽ വിളിക്കാൻ വേണ്ടി പോയത്. അപ്പൊ അന്ന് തന്നെ എങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം അതിനെ പറ്റിയിട്ട് ധാരാളമായിട്ട് ക്ലാസ് എടുത്ത ഒരു മകത്തേക്ക് തന്നെ എനിക്ക് പിന്നീട് പാർട്ടിയുടെ ഇവിടുത്തെ വളർച്ചയ്ക്കൊരു തറക്കല്ലിട്ടത്. 100% എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. നരേന്ദ്രമോദിജി അതുമാത്രമല്ല നിരവധി തവണ അതിനുശേഷം ഇവിടെ പാലക്കാട് ഈ സ്ഥാനം എത്ര മുമ്പ് ധാരാളം പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് അഭിമാനത്തിൽ എനിക്ക് പറയാൻ പറ്റും. എന്താ പറയുക, ഞാൻ ആ സമയത്ത് ഞാനാ കൊണ്ടുവന്നത്. എനിക്കതിൽ വലിയൊരു അഭിമാനം. അദ്ദേഹം ഇന്ന് ആ ആളല്ല. ഇന്ന് നിങ്ങൾ യാത്ര അയക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം റോഡ് ഷോ ഉണ്ട്, വലിയ തിരക്കൊക്കെ പട്ടണത്തിലുണ്ട്. പക്ഷെ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തെ യാത്രയാക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അതിൽ വലിയ സന്തോഷമായിരിക്കും. ഇതൊരു മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന്. ഒരു മിനിറ്റ് നിൽക്കേ, ഇതൊരു മഹാഭാഗ്യമാണ് അദ്ദേഹത്തിനെ കാണാൻ കിട്ടുന്നത്. ലോകാരാധ്യ നേതാവ് പണ്ടത്തെ നരേന്ദ്രമോദിജിയല്ല. അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവ് മാത്രമല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. പ്ലസ് ലോകത്തിലെ വേൾഡിലെ മുഴുവൻ നേതാക്കന്മാരും അദ്ദേഹത്തിനോട് ചങ്ങാത്തം കൂടാൻ, അദ്ദേഹത്തിനോട് സൗഹൃദം പങ്കുവയ്ക്കാൻ മത്സരിക്കുന്ന കാഴ്ചകള് നിങ്ങളുടെ ടിവിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അത്രയധികം ആവേശത്തോടുകൂടിയിട്ടാണ് ജനങ്ങളെ നരേന്ദ്രമോദിജിയെ കണ്ടുവരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ വനിതാ കൌൺസിലർമാരൊക്കെ കാത്തിരിക്കുകയാണ് അല്ലെ? അതെ. എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരം? ഞങ്ങളുടെ കുറേ ദിവസത്തെ ഒരു ആഗ്രഹമാണ് മോദിജിയെ നേരിട്ട് കാണണം, മോദിജി ഇതുകൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ള ആഗ്രഹം. 3 ദിവസമായിട്ട് മോദിജിക്ക് വേണ്ടിയിട്ട് തോരണങ്ങളും കൊടികളും തയ്യാറാക്കുന്ന വേളയിലായിരുന്നു ഞങ്ങൾ എല്ലാ സഹപ്രവർത്തകരും കൂടി. അപ്പം ഞങ്ങൾക്ക് ആവേശത്തിലായിരിക്കാണ്, സന്തോഷമുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ആവേശമായിരിക്കുമല്ലോ. കാരണം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് പാലക്കാട് എത്തി. പാലക്കാട് നഗരസഭ നിങ്ങൾ ഭരിക്കുന്നു. മലമ്പുഴയിൽ 2ാം സ്ഥാനത്തുണ്ട്. അപ്പൊ പലയിടത്തും BJP താമര ഇങ്ങനെ വളർന്നു വരികയാണ് ഇവിടെ. അപ്പം അതിന് ഈ ഒരു വരവ് എങ്ങനെ? എന്തായാലും നമുക്കൊരു MP വേണം. MP ഉണ്ടെങ്കിൽ തന്നെ ഇനിയും കുറച്ചും കൂടി കേരളത്തിലേക്ക് വികസനങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതായതുകൊണ്ട് നമുക്കൊരു MPയും കൂടി കിട്ടണം. അതിനുള്ള നിങ്ങൾക്കൊരു MP അല്ല, കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പലരും ജയിച്ചാൽ കിട്ടാൻ. കൃഷ്ണകുമാർജി ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പാലക്കാട് നല്ലൊരു വികസനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ മോഡിജിയെ കാണാനുള്ള ഞങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ്. 3 കൊല്ലം മുമ്പ് കോവിഡ് സമയത്താണ് അദ്ദേഹം വന്നത്. അന്ന് ഞങ്ങൾക്കൊന്നും മൂപ്പരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയിനോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചു. ഇന്ന് അതിനുള്ളൊരു അവസരം ഉണ്ടായിരിക്കണം. അതിനൊരുപാട് അഭിമാനം തോന്നുന്നു. തീർച്ചയായിട്ടും പാലക്കാടുകാർക്ക് അതിനുള്ളൊരു ഭാഗ്യം 2ാം തവണ ഉണ്ടായിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അല്ലേ? അപ്പം ആ പ്രവർത്തനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും ഈ വരവ് അദ്ദേഹത്തിന്റെ? വളരെയധികം ഗുണം ചെയ്യും. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. വളരെയധികം അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൗൺസിലർ ആയിരിക്കുന്നത്. ഞങ്ങൾക്ക് അടുത്ത് നിന്ന് കാണാനും ഒരുപാട് സന്തോഷം. ഞങ്ങൾ കൊച്ചിയിൽ വന്നപ്പോൾ പോയി കണ്ടു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട്. സന്തോഷം. ദൂരെ നിന്നാണ് കണ്ടേക്കുന്നത്. അതെ, ദൂരെ നിന്നാണ് കണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത് കാണാനുള്ള ഭാഗ്യമുണ്ട്.
പാലക്കാട് അങ്ങനെ ആവേശത്തിലാണ്. വീടിന്റെ അടുത്തുള്ള എല്ലാവരും രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. അശ്വതി, ഇതാണ് ഇവിടുത്തെ ഒരു ആവേശം. കാരണം ഈ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാരാണ് നമുക്ക് ചുറ്റും ഈ ഇരിക്കുന്ന ആളുകളൊക്കെ. അവർക്ക് മോദിജിയെ യാത്ര അയക്കാനുള്ള ഒരു ദൗത്യമാണ്. അദ്ദേഹത്തിന് സീ ഓഫ് സമയത്താണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അവർ ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച്, അല്ലെങ്കിൽ ഈ റോഡ് ഷോ നടക്കുന്നു പാലക്കാട് നഗരത്തിൽ, അപ്പോൾ ആ റോഡ് ഷോയിലൊക്കെ ഏറ്റവും സജീവമായി പങ്കാളികളാവേണ്ടവരാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറം അദ്ദേഹത്തെ യാത്ര അയക്കാൻ, ഒപ്പം നിന്ന് ചിത്രമെടുക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് സംസാരിക്കാനൊക്കെ കിട്ടുന്ന ഒരു അവസരമുണ്ട്. അതുകൊണ്ടാണ് അവർ രാവിലെ ഇത്രയും നേരത്തെ തന്നെ ഇവിടെ വന്ന് കാത്തിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. അതായത് BJPയുടെ ഒരു കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നഗരപ്രദേശമാണ്. ഒപ്പം പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തി വലിയ പോരാട്ടം നടത്തി. ജില്ലയിലെ മറ്റ് ചില മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ മാറ്റം കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു. എന്തായാലും അത്തരം ശ്രമങ്ങൾക്ക്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ഊർജ്ജം പകരുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ വരവ്. പലരും വളരെ വികാരധീനരായാണ് അദ്ദേഹത്തെ കാണാനായി ഇവിടെ കാത്തിരിക്കുന്നത്. അതാണ് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അവിടെ പ്രധാനമന്ത്രിയെ, അദ്ദേഹത്തെ മടക്കിയ യാത്ര അയക്കാനുള്ള തയ്യാറെടുപ്പിൽ ഇപ്പോഴേ റെഡിയായിരിക്കുന്ന പ്രവർത്തകരെയാണ്, കൗൺസിലർമാരെയൊക്കെയാണ് നമ്മൾ കണ്ടത്.